നമുക്കൊരു കുഞ്ഞ് അടുക്കളത്തോട്ടം ഉണ്ട് കേട്ടോ. അത് നമ്മുടെ വീടിൻ്റെ ടെറസിലാണ്. അപ്പോൾ ഇപ്പോൾ വെക്കേഷനായപ്പോൾ ചെടികളൊക്കെ നന്നായി നോക്കി തുടങ്ങിയപ്പോൾ അവയ്ക്കൊക്കെ നല്ല വ്യത്യാസം വന്നു. നല്ല പോലെ കായ്ച്ചു തുടങ്ങി. തക്കാളിയും അതുപോലെ വഴുതനയും പച്ചമുളകും ആണ് കൂടുതലായിട്ടുള്ളത്. വെണ്ടയുണ്ട്. വെണ്ടയ്ക്ക നമുക്കൊരു ട്രിപ്പ് കിട്ടൽ കഴിഞ്ഞു. പിന്നെ തണ്ണിമത്തങ്ങ ഉണ്ടായിട്ടുണ്ട്, അത് വലുതായി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഒരു 3 കട ചോളം വെച്ചിട്ടുണ്ട്. അതുമേയും 2-3 വീതം ചോളത്തിൻ്റെ സംഭവം വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെടികളെ നന്നായി ശുശ്രൂഷിച്ച് കഴിയുമ്പോൾ നമുക്ക് അവരും നമ്മളോട് നല്ലോണം പ്രതികരിക്കും. നല്ല രീതിയിൽ നമുക്ക് ഫലങ്ങൾ തരും. അപ്പോൾ 4 ദിവസം കൂടുമ്പോൾ നമ്മൾ വെള്ളീച്ചയ്ക്കുള്ള മരുന്ന് തെളിക്കുന്നുണ്ട്. അതുപോലെ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് നമ്മുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചാണകപ്പൊടി ഇടുക. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് മണ്ണിൽ കലർത്തി കൊടുക്കുക. പിന്നെ നമുക്ക് ഇപ്പോൾ ചകിരിച്ചോറിന് പകരം ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഉമിയാണ് കേട്ടോ. അപ്പോൾ ഉമി ഉപയോഗിക്കുമ്പോൾ നമുക്ക് മണ്ണൊക്കെ നന്നായി ലൂസാക്കി കിട്ടാനും അതുപോലെ നമുക്ക് ഇളക്കി വളമിടാനും ഒക്കെ ഇതിനുള്ള ഒരു സംവിധാനം ഉണ്ട്. അപ്പോൾ നല്ല പോലെ 2 നേരം നനയ്ക്കണം. ഇപ്പോൾ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ചെടികളിൽ നല്ല പോലെ വ്യത്യാസം കണ്ടത്. അപ്പോൾ ഇതിന് മുമ്പ് നമുക്ക് ഇത്രയ്ക്കധികം വെജിറ്റബിൾസ് ഒന്നും തന്നെ കിട്ടാറൊന്നുമില്ല. കുറേശ്ശൊക്കെ കിട്ടും എന്നല്ലാതെ. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു തക്കാളിയിൽ നിന്ന് തന്നെ 1 കിലോഗ്രാം അതിനേക്കാൾ കൂടുതൽ തക്കാളി തന്നെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള തക്കാളികളൊക്കെ നല്ല പോലെ പൂവിട്ടിട്ടുണ്ട്. നമ്മുടെ തോട്ടം അടിപൊളിയാണ് ഇപ്പോൾ കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് 2 നേരം മുകളിൽ കയറി നോക്കലാണ് ഇപ്പോൾ ഇതിൻ്റെ പണി. ഞങ്ങൾ നന്നായി ശ്രദ്ധിക്കൂട്ടോ. അത് ഇലകളുടെ അടിഭാഗവും വല്ല പുഴുക്കളോ അതല്ലെങ്കിൽ മിലിബഗോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ നന്നായി നോക്കിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒന്നും തന്നെ നമ്മുടെ ചെടികളെ അറ്റാക്ക് ചെയ്യണില്ല. നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ 2-3 തരം വഴുതനയാണ് നമുക്കുള്ളത്. വയലറ്റ് വഴുതന ഉണ്ട്, അതുപോലെ പച്ച നീളൻ വഴുതന ഒക്കെ ഉണ്ട്. അപ്പോൾ നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം. തക്കാളിയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കിട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ വീണ്ടും ഒരു ട്രിപ്പും കൂടെ ഉണ്ടായിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ഗാർഡൻ കൊണ്ട് നടക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ മനസ്സിലായി നമ്മൾ. പക്ഷെ നമുക്ക് സമയം വേണം കേട്ടോ എല്ലാത്തിനും. സമയമില്ലാതെ നമുക്ക് ജോലിയൊക്കെ പോയിട്ട് വയ്യാണ്ട് വരുമ്പോഴൊന്നും ഇത് പറ്റില്ല. ഇത് വെക്കേഷൻ ആയതുകൊണ്ടാണ് നമുക്കിത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റിയത്. അപ്പോൾ നമ്മുടെ തോട്ടം എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചെടികളോട് അടങ്ങാത്ത ആവേശമുള്ള ഒരു ടീമാണ് നമ്മൾ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.